السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കേവർക്കും അനുഭവിക്കുവാനുള്ള അന്തിമ നിമിഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നമ്മൾ വിശദീകരിച്ചത്. ഒരു മരണവാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നാൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊരുപാട് ബാധ്യതകൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട്. അതുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം എന്നതിനാൽ ചില കാര്യങ്ങൾ അവിഷയകമായി എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ മരണവാർത്തകൾ ഞാനും നിങ്ങളുമൊക്കെ ദിനേനയെന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ നമ്മുടെ മരണവിവരവും പലരും അറിയാനിരിക്കുന്നു, കേൾക്കാനിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തന്നിൽ നിന്ന് പിരിഞ്ഞുപോയത് തൻ്റെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലുമാണെങ്കിൽ, തനിക്കേറ്റവും പ്രിയങ്കരായവരാരെങ്കിലുമാണെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും തീക്ഷ്ണത അത് പറഞ്ഞറിയിക്കാനാവാത്തത്ര അനുഭവപ്പെടും എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ പരിധികളെ, ഇസ്ലാം നിർണയിച്ച അതിർത്തികളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു വിഷമപ്രകടനങ്ങളും ഒരു സങ്കടപ്പെടലുകളും ഉണ്ടാകുവാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ കണിശമായ കാഴ്ചപ്പാടാണ്. ജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. രാവും പകലും മാറി മാറി വരുന്നത് നാം കാണുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും.
സുഖങ്ങളുണ്ടാകുമ്പോൾ അത് നൽകിയ അള്ളാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദിയുള്ളവരായിക്കൊണ്ട് കൂടുതൽ വിനീതരാവുകയാണ് വേണ്ടത്. അഹംഭാവം നടിക്കുകയല്ല. അതുപോലെ തന്നെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുഃഖങ്ങൾ എനിക്ക് നിശ്ചയിച്ചത് എൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന നാഥനാണ്. അതുകൊണ്ട് ഞാൻ സഹിക്കുന്നു, ക്ഷമിക്കുന്നു എന്ന മനോഗതി വെച്ച് പുലർത്തുകയും ആ ക്ഷമക്കും സഹനത്തിനും പകരമായി അക്ഷമയുടെയും സഹനമില്ലായ്മയുടെയും മേഖലയിലേക്ക് കുതിച്ചു ചാടി അരുതായ്മകൾ ചെയ്യാതിരിക്കുവാനും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ജീവിതം എന്നത് പരീക്ഷണമാണ്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ വചനമാണ് വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ സൂക്തമായി ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു തആല പറയുന്നു, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്പം സുദീർഘമായ നിലക്ക് തന്നെ വളരെ വിശദമായി തന്നെ അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബുകളിലേക്ക് ഇട്ട് തന്ന വാചകമാണത്. എന്താണ് അവിടെ റബ്ബ് പറയുന്നത്? നിങ്ങളെ നാം പരീക്ഷിക്കും എന്നല്ല പറഞ്ഞത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ശക്തമായ സ്വരത്തിലാണ് ആ പ്രയോഗം. പരീക്ഷണം ജീവിതത്തിലെ കൂടപ്പിറപ്പാണ്. പരീക്ഷണമില്ലാത്തവര് ജീവിതം ഒരാളും സങ്കല്പിക്കേണ്ടതില്ല. ജീവിതമാണോ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്ന പരിപാലകനായ റബ്ബ് തന്നെ നമ്മെ അറിയിക്കുകയാണ്, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഏതൊക്കെ മുഖേന പരീക്ഷിക്കും? വിശപ്പ് നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതാണ്, ഭയം നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാലി, സാമ്പത്തിക കമ്മിയിലൂടെ പരീക്ഷിക്കുന്നതാണ്. വൽ അൻഫുസി, ശാരീരികമായ ന്യൂനതകളിലൂടെ പരീക്ഷിക്കുന്നതാണ്. വസ്സമറാത്ത്, ഫലകായികനികളുടെ കമ്മി മുഖേനയും നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഈ നിലക്ക് ശാരീരികമായും സാമ്പത്തികമായും അതുപോലെ തന്നെ മാനസികമായുമൊക്കെ നിങ്ങൾ ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ജനങ്ങളെ. ആ ഘട്ടത്തിൽ നിങ്ങളുടെ കർത്തവ്യം എന്താണ്? ആ ഘട്ടത്തിൽ ഓ മുസ്ലിമേ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവന്റെ കർത്തവ്യം എന്താണ്? വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾക്ക്, സഹനം കൈക്കൊള്ളുന്നവർക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിക്കൂ. ക്ഷമിക്കാൻ ആർക്കാണ് കഴിയുന്നത്? സഹിക്കാൻ ആർക്കാണ് കഴിയുന്നത്? അവരോട് പറയൂ, അവര് ഭാഗ്യവാന്മാരാണ്. അവരോട് സന്തോഷത്തിന്റെ വർത്തമാനം അറിയിക്കൂ നബിയേ. എന്താണ് ആ സ്വാബിരീങ്ങളുടെ ലക്ഷണം? സഹനമുള്ളവരുടെ ലക്ഷണം എന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചു കഴിഞ്ഞാൽ ഖാലൂ, അവര് പറയുന്നതാണ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതാണ്, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി, നിശ്ചയമായും ഞങ്ങളൊക്കെയും അവങ്കലേക്ക് തന്നെ റാജിഊൻ, മടങ്ങുന്നവര് തന്നെ. ഞങ്ങളൊക്കെ അള്ളാന്റെതാണ്. ഞങ്ങളിൽ എന്തും വിധിക്കാൻ അല്ലാഹുവിന് അധികാരമുള്ളവനാണ്. ഞങ്ങളുടെ എല്ലാം നൽകിയത് അവനാണ്.
ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അവനാണ്. ഞങ്ങളുടെ എല്ലാം ആ റബ്ബിന്റെ കൺട്രോളിലാണ്, ആ റബ്ബിന്റെ കൈകളിലാണ്, ആ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തൊന്ന് എന്നിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും, ഞങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും, അതെന്റെ മാനസികമായ കാര്യത്തിലാണെങ്കിലും, എന്റെ ശാരീരിക പ്രശ്നത്തിലാണെങ്കിലും, എന്റെ സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിലും, എന്റെ കുടുംബപരമായ വിഷയത്തിലാണെങ്കിലും, എന്റെ സാമൂഹ്യപരമായ മേഖലയിലാണെങ്കിലും, എന്റെ ഏതേത് രംഗങ്ങളിലാണെങ്കിലും എന്റെ റബ്ബിന് എന്തും ചെയ്യാൻ അധികാരമുള്ളവനാണ്. എന്ത് നടപടിയും എന്റെ മേലെടുക്കാൻ അധികാരമുള്ളവനാണ്. ആ നിലയ്ക്ക് എന്നെ പരിപാലിച്ചു വരുന്ന റബ്ബിനുള്ളവരാണ് ഞങ്ങളെല്ലാം. മാത്രമല്ല, ഇനി അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ ജീവിതം അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെയും അവങ്കലേക്ക് തന്നെ മടങ്ങിച്ചെല്ലേണ്ടവരുമാവുന്നു. ഓ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുന്നവരാണ് സാബിരീങ്ങൾ, ഇങ്ങനെ പറയുന്നവരാണ് സഹനമുള്ളവർ. അവരോട് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷം? എന്താണ് അവരോട് പറയാനുള്ള വാർത്ത? എന്താണ്? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ, അക്കൂട്ടർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വലിയ ഗുണങ്ങൾ കിട്ടാനുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഒട്ടേറെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നതാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗത്തിൽ ചരിച്ചു കൊണ്ടിരിക്കുന്നവർ. അവർ തന്നെയാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവർ. അവർ തന്നെയാണ് നേരിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ. ഓ പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്ഷമ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്ക് നമ്മുടെ മറ്റുള്ള പല ആളുകളുടെയും മരണവാർത്തകൾ കേൾക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരാവട്ടെ, ആ മരണത്തിന്റെ ഘട്ടത്തിൽ, ആപത്തുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ആദ്യ ഘട്ടത്തിലാണ് ക്ഷമയും സഹനവും വേണ്ടത്. ആദ്യ ഘട്ടത്തിലാണ് ക്ഷമയും സഹനവും വേണ്ടത്. കുറെ കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യരുടെ മനസ്സിനൊരു ചേഞ്ച് വരും, ഒരു മാറ്റം വരും. പക്ഷേ ആ ദിവസങ്ങളിൽ ക്ഷമിക്കുന്നതല്ല, അതിന്റെ മുമ്പേ ആപത്തിന്റെ വാർത്തയങ്ങ് കേൾക്കുന്ന വേളയിൽ തന്നെ, ആദ്യ നിമിഷത്തിൽ തന്നെ സഹിക്കാൻ എനിക്കും നിങ്ങൾക്കും ഈമാനുണ്ടോ? നമുക്ക് ക്ഷമിക്കാൻ ഈമാനികമായ ദൃഢതയുണ്ടോ? അതാണ് സഹനമെന്ന്, അതാണ് ക്ഷമയെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ദിവസങ്ങൾ പിന്നിടും തോറും മരണത്തിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ മനുഷ്യ മനസ്സില്ലെന്ന് മറഞ്ഞു പോവുക സ്വാഭാവികമാണ്. അത് അല്ലാഹു നിശ്ചയിച്ച ഒരു സുന്നത്തുമാണ്. അല്ലാതെ ഏത് കാലത്തും മനുഷ്യന്റെ ആ മനസ്സ് വേദനിച്ചു കൊണ്ടിരുന്നാൽ ദുന്യാവിലെ ഒരു കാര്യങ്ങളും പിന്നെ നടക്കില്ല. മനുഷ്യന് ജോലി ചെയ്യാനാവില്ല, ഭക്ഷണം കഴിക്കാനാവില്ല, ഉറങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ മറവി ആ വിഷയത്തിൽ അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹം തന്നെ. പക്ഷേ നമുക്ക് കുറെ കാലം കഴിഞ്ഞിട്ടുള്ള സഹനമല്ല പ്രിയപ്പെട്ടവരെ വേണ്ടത്. അപകടം സംഭവിക്കുമ്പോ, അതേത് അപകടമായാലും, മരണമാവട്ടെ, ഏത് നിലക്കുള്ള പരീക്ഷണങ്ങളാവട്ടെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടേതായ ആ നിലക്കൊന്ന് സംഭവിക്കുകയാണെങ്കിൽ ആദ്യ ഘട്ടത്തിലെ, പ്രഥമ ഘട്ടത്തിലെ സഹനമാണ് വേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് നോക്കൂ. അതാ പ്രവാചകന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅത്തിൻ തബ്കി ഇൻദ ഖബറിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറയിലൂടെ നടന്നു പോകുമ്പോ ഒരു സ്ത്രീ അതാ ഒരു ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്നു. സഹനമില്ലാതെ, ക്ഷമയില്ലാതെ അവര് കരയുകയാണ്, പലതും അവര് പറയുകയാണ്. ആ ഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരി
സഹോദരിയോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, ഓ സഹോദരി അല്ലാഹനെ സൂക്ഷിക്കണേ, ഇങ്ങനെ അലമുറയിട്ട് കരയാൻ പാടില്ല, ഒന്ന് ക്ഷമിക്കൂ, ഒന്ന് സഹിക്കണേ എന്ന് ആ സ്ത്രീയോട്, ആ സഹോദരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നു. ഫഖാലത്തി, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇലൈക അന്നീ, എന്റെ അടുക്കൽ നിന്ന് പോ, എന്നോട് ഉപദേശിക്കാൻ വന്നിരിക്കുകയാണോ, എന്റെ അടുക്കൽ നിന്ന് മാറിപ്പോകൂ. ഫഇന്നക ലം തുസബ് ബിമുസീബതി, താങ്കൾക്ക് എനിക്ക് ബാധിച്ച മുസീബത്ത് അങ്ങേക്ക് ബാധിച്ചിട്ടില്ലല്ലോ, എനിക്ക് ബാധിച്ച മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലാത്തത് കൊണ്ടുള്ള ഉപദേശമല്ലേ ഇതൊക്കെ? നിങ്ങളാണ് എന്റെ സ്ഥാനത്തെങ്കിൽ കാണാമായിരുന്നു. ഓ പ്രിയപ്പെട്ടവരെ, എത്ര ശൗര്യത്തോടെയാണ്, എത്ര ഗൗരവത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. എന്തേ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയോ? വലം തഅരിഫുഹു, വാസ്തവത്തിൽ ആ സഹോദരിക്ക് അള്ളാന്റെ റസൂലാണ് ഇപ്പൊ തന്റെ മുമ്പിൽ നിൽക്കുന്നത്, അള്ളാന്റെ റസൂലാണ് ഈ ഉപദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് അവർ സംസാരിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് മുന്നോട്ട് നടന്നുപോയി. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ആ സ്ത്രീ ഇങ്ങനെ പ്രതികരിച്ചപ്പോ നബി തങ്ങൾ അങ്ങ് മുന്നോട്ട് പോയി. ഫഖീല ലഹാ, അപ്പോഴാണ് ഈ പെണ്ണിനോട്, ഈ സഹോദരിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്നഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിപ്പോ ഗൗരവത്തിൽ സംസാരിച്ചത് ആരോടാണെന്ന് മനസ്സിലായോ? അള്ളാന്റെ റസൂലിനോടാ നിങ്ങളിപ്പോ സംസാരിച്ചത്. അള്ളാന്റെ റസൂലാ നിങ്ങളോട് സംസാരിച്ചത്. ആ റസൂലിനോടാണോ നിങ്ങൾ ഇത്രയും ഗൗരവത്തിൽ സംസാരിച്ചത്? ആ സഹോദരിക്ക് വല്ലാത്ത വിഷമമായി, സങ്കടമായി. ഫാത്തത്ത് ബാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിന്റെ മുമ്പിൽ എത്തി നോക്കിയപ്പോ ഫലം തജിദ് ഇൻദഹു ബവാബീൻ, ആ വാതിൽക്കലൊരു പാറാവുകാരുമില്ല, നേതാവിന്റെ അടുക്കലേക്ക് കയറാൻ പ്രയാസമില്ല. അവിടുത്തെ വിനീതമായ സ്വഭാവമാണത്, അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു പാറാവുകാരും തടസ്സമല്ല. അങ്ങനെ നബി തങ്ങളുടെ സമീപത്തേക്ക് കയറി ചെന്നുകൊണ്ട് ഫഖാലത്ത്, ആ സഹോദരി പറയുകയാണ്, ലം അഅരിഫ്ക, അങ്ങയെ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സഹോദരി എന്നുകൊണ്ട് അതാ മാപ്പ് ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു ഉപദേശമുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആ സഹോദരിയോടതാ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു ഉപദേശം കൊടുക്കുന്നു. ഇന്നമസ്സബ്റു ഇൻദസ്സദമത്തിൽ ഊലാ, ക്ഷമയും സഹനവുമൊക്കെ നമുക്കുണ്ടാകുന്ന ആദ്യ ഷോക്കിന്റെ സമയത്താണ്. ആദ്യമായിട്ട് നമുക്ക് അപകടകരമായ, പ്രയാസകരമായ, അത്യന്തം വേദനാജനകമായ ഒരു വാർത്ത കിട്ടുമ്പോ ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത് കേട്ടോ, സഹനം വേണ്ടത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നു. ഇവിടെ എന്താണ് പ്രിയപ്പെട്ടവരെ? ആ സഹോദരിയതാ കുട്ടി മരിച്ചിട്ട് കുട്ടിയുടെ ഖബറിങ്കൽ നിന്നുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞ് വിലപിക്കുന്നത്. ആ ഘട്ടത്തിൽ അതാ ആ സ്ത്രീയതാ പരിസരം മറന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നബിതങ്ങളാണെന്ന് മനസ്സിലായിട്ടുമില്ല. എന്നാലും ആ ഷോക്കിലതാ എടുത്തു ചാടി മറുപടി പറഞ്ഞല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. കുറെ കഴിഞ്ഞിട്ടല്ല ക്ഷമ വേണ്ടത്, കുറെ കഴിഞ്ഞിട്ടല്ല സഹനം വേണ്ടത്. നമുക്കുണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ തന്നെയാണ് ക്ഷമയും സഹനവും ഒക്കെ വേണ്ടത്. അതിന് മാത്രമേ അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ള വലിയ പ്രതിഫലം നമുക്ക് കിട്ടൂ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞു കൊടുത്തതിന്റെ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണം, സഹിക്കണം എന്നൊക്കെ പറയുന്നത് കുറെ കഴിഞ്ഞിട്ട് വേണ്ട സംഗതിയല്ല.
കുറെ കഴിഞ്ഞിട്ട് വേണ്ട സംഗതിയല്ല, ഉടനെ തന്നെ സഹിക്കാനും ക്ഷമിക്കാനുമാകണം. ആ പറയുന്ന വാചകം മനസ്സറിഞ്ഞിട്ടാണ് പറയേണ്ടത്. എന്താണ് ആ പറയുന്ന വാചകം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിങ്ങനെ മനസ്സറിയാതെ പറയേണ്ടുന്ന ഒരു വാചകമല്ല. അത് മനസ്സറിഞ്ഞു പറഞ്ഞവർക്ക് ക്ഷമകേട് കൊണ്ട് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊരിക്കലും സാധ്യമല്ല. അതിനവന് തോന്നുകയുമില്ല. വിരോധിക്കപ്പെട്ട നിലക്കുള്ള ഒരു വിലാപങ്ങളും പാടില്ല. കാരണം അവൻ മനസ്സിലാക്കുന്നത് അല്ലാഹു എനിക്ക് നൽകിയത് അങ്ങനെയാണ്, അല്ലാഹു എനിക്ക് വിധിച്ചത് അങ്ങനെയാണ്, ഞാൻ സഹിച്ചേ പറ്റൂ, ഞാൻ ക്ഷമിച്ചേ പറ്റൂ. ആ നിലയ്ക്ക് മനുഷ്യൻ അങ്ങനെ പ്രത്യേകമായ ക്ഷമ വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുവാൻ ആവശ്യമായ ഒട്ടേറെ സന്തോഷകരമായ വാർത്തകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് സഹിക്കാനാവാത്ത മരണമല്ലേ അയാളുടെ പിഞ്ചുമകൻ മരിക്കുന്നത്, അതല്ലെങ്കിൽ പിഞ്ചു ബാലിക മരിക്കുന്നത്, അതല്ലെങ്കിൽ മക്കളുടെ മരണം. ഏതുമ്മയ്ക്കാണ് സഹിക്കാനാവുക? ഏത് ഉപ്പയ്ക്കാണ് സഹിക്കാനാവുക? കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളർത്തിയുണ്ടാക്കിയ സന്താനങ്ങൾ ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് വേർപിരിയുമ്പോ അത് സഹിക്കാനാവില്ലല്ലോ രക്ഷിതാക്കൾക്ക്, അതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈമാനുള്ള സ്ത്രീ പുരുഷന്മാര് സഹിക്കാനും ക്ഷമിക്കാനും വേണ്ടിയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ സന്തോഷ വാർത്തകൾ ആ വിഭാഗത്തിന് അറിയിക്കുന്നു. അതിൽ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അവന് സഹിക്കാനാകും, അപ്പോൾ അവന് ക്ഷമിക്കാനാകും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ വിലപിക്കുമ്പോ, കുട്ടികൾ ഇങ്ങനെ മരിച്ചു പോകുന്ന സഹോദരിമാര്, സഹാബ വനിതകൾ വല്ലാതെ വിഷമിക്കുമ്പോ, അതാ റബ്ബിന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയി കിട്ടിക്കൊണ്ട് അവിടുന്ന് അവരോട് സന്തോഷം പങ്കിടുകയാണ്. എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്? ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നിലവിലുണ്ട്. ഒന്ന് രണ്ടെണ്ണം കേൾപ്പിക്കട്ടെ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുമംറഅത്തിൻ മാതലഹാ സലാസത്തുൻ മിനൽ വലദി കാനൂ ഹിജാബം മിനന്നാർ. ഏതെങ്കിലും ഒരു സ്ത്രീ, ആ സ്ത്രീക്കഥ 3 കുട്ടികൾ മരിച്ചു പോയെങ്കിൽ, ഒരു സഹോദരിക്കഥ കുട്ടികൾ 3 മരിച്ചു പോയതെങ്കിൽ, കാനോ ആ മക്കളായി തീരുന്നതാണ് ഹിജാബം മിനന്നാർ. ഈ മാതാപിതാക്കൾക്ക്, ഈ ഉമ്മമാർക്കതാ നാളെ പരലോകത്ത് നരകത്തിയിൽ നിന്ന് മറയാണ് കേട്ടോ. ഈ കുട്ടികൾ കാരണം അവർക്ക് വലിയ ഫള് നാളെ പരലോകത്ത് കിട്ടാനിരിക്കുന്നു. ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സഹാബ വനിത എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. അതാ ഒരു സഹാബ വനിത ഉടനെ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, 3 കുട്ടികൾ എന്നല്ലേ അങ്ങന്ന് പറഞ്ഞത്? വസനാൻ, അത് 2 ആണെങ്കിലോ? ഒരു പക്ഷേ ആ സഹാബ വനിതയുടെ കുഞ്ഞുങ്ങൾ 2 മരിച്ചിട്ടുണ്ടായിരിക്കാം. വേദന കൊണ്ട് മനസ്സ് നീറുന്ന ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ 2 ആണെങ്കിലോ? ഖാലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസനാൻ, അതെ, അങ്ങനെയാണെങ്കിലും അവർക്ക് ആ കുഞ്ഞുങ്ങൾ നരകത്തിൽ നിന്ന് മറ തന്നെ. ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സഹോദരിക്ക്, ഒരു സഹോദരന്, അവന് ആ സമയത്ത് അതോർക്കുമ്പോഴല്ലേ സഹിക്കാനാകുന്നത്, ക്ഷമിക്കാനാകുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമിൻ മുസ്ലിമൈനി യമൂതു ലഹുമാ സലാസത്തുൻ മിനൽ വലദി ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ അദ്ഖലഹുമുല്ലാഹു വഅബവൈഹിമുൽ ജന്നത ബിഫദ്ലി റഹ്മതിഹി.
ഏതൊരു മുസ്ലിമായ മാതാപിതാക്കളുണ്ടോ ആ മാതാപിതാക്കൾക്കതാ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിലക്ക് തന്നെ, കൈക്കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിലക്ക് തന്നെ 3 കുഞ്ഞുങ്ങളങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെ, ആ കുട്ടികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. വഅബവൈഹിമുൽ ജന്ന, അവരുടെ മാതാപിതാക്കളെയും ബിഫളിലി റഹ്മത്തിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഔദാര്യം നിമിത്തം അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. മാത്രമല്ല അവിടുന്ന് പറയുകയാണ്, വയകൂനൂന അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, ഈ കുട്ടികൾ ഇങ്ങനെ സ്വർഗീയ കവാടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ ഇങ്ങനെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന നേരത്ത് ഈ മക്കളോട് പറയപ്പെടും, ഉദ്ഖുലുൽ ജന്ന, കടന്നോ സ്വർഗത്തിലേക്ക്, മക്കളെ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോ ആ കുഞ്ഞു മക്കള് പറയും, ഹത്താ യജീഅ അബവാന, ഞങ്ങളെ ഉമ്മയെയും ഉപ്പയെയും കൂടി ഒപ്പം തരുമോ, ഞങ്ങളെ മാതാപിതാക്കളെ കൂടി ഒപ്പം തരുമോ എന്നീ കുഞ്ഞുമക്കൾ ആഗ്രഹം പറയുന്നു. ആ സമയത്തതാ കുട്ടികളോട് പറയപ്പെടുന്നതാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും, മക്കളെ നിങ്ങൾ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക്, വാബവാക്കും, നിങ്ങളുടെ മാതാപിതാക്കളും പ്രവേശിക്കട്ടെ, ബിഫളിലി റഹ്മത്തില്ലാഹി, അള്ളാന്റെ റഹ്മത്ത് മുഖേന, അള്ള ചെയ്യുന്ന ഔദാര്യമാണത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, കാഫിറായ മാതാപിതാക്കൾക്ക് ഈ ഒരു സൗഭാഗ്യം ലഭിക്കുവാനില്ല. ഈമാനുള്ള മാതാപിതാക്കളാണെങ്കിൽ ആ നിലക്ക് അവർക്കതാ ആ നിലക്കൊരു പരീക്ഷണം ദുനിയാവിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരത് സഹിച്ചവരാണെങ്കിൽ, അവരത് ക്ഷമിച്ചവരാണെങ്കിൽ, അത് മുഖേന അവർക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിലെ ഉമ്മമാരോട് ഉപ്പമാരോട് അങ്ങനെ എങ്ങാനും വല്ല പരീക്ഷണവും സംഭവിച്ചു പോയാൽ സഹിക്കേണ്ടതിന്റെ പ്രാധാന്യം, ക്ഷമിക്കേണ്ടതിന്റെ മഹത്വം ഈ വചനങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നു. ഇനി മക്കളല്ല, ആരാവട്ടെ അങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായെങ്കിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായിട്ട് പറയുന്ന ഒരു വാചകം നോക്കൂ, ഇന്നല്ലാഹ ലാ യർദാ ലി അബ്ദിഹിൽ മുഅ്മിൻ ഇദാ ദഹബ ബിസഫീഹി മിൻ അഹ്ലിൽ അർദി ഫസബറ വഹ്തസബ ബിസവാബിൻ ദൂനൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തതാ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് ഇഷ്ടപ്പെട്ടവരെ അള്ളയങ്ങ് കൊണ്ടുപോയാൽ, ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ഭൂമിയിൽ അവന് ഏറ്റവും പ്രിയങ്കരായിരുന്ന ഇഷ്ടപ്പെട്ടവരായിരുന്ന ഏതെങ്കിലും മെമ്പറെ, ഏതെങ്കിലും ആളുകളെ അള്ളയങ്ങ് കൊണ്ടുപോയിട്ട് അതാ ഈ മുഅ്മിനായ മനുഷ്യൻ അതിന്റെ പേരിൽ ക്ഷമകേട് കാണിക്കാതെ ഫസബറ, ആ മനുഷ്യൻ സഹിക്കുകയും വഹ്തസബ, ആ ക്ഷമയിലൂടെ അല്ലാഹ് നീ എനിക്ക് പ്രതിഫലം തരണേ എന്ന് അല്ലാഹുവിങ്കൽ എന്ന് പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അതാ ആ മുഅ്മിനായ അടിമക്ക് ഒരു പ്രതിഫലം കൊണ്ടും തൃപ്തിപ്പെടുകയില്ല. ദൂനൽ ജന്ന, സ്വർഗമല്ലാത്ത ഒരു പ്രതിഫലവും കൊണ്ട് അല്ലാഹ് മതിയാക്കൂല എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കുന്നതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ, അവർക്കാണ് ഗുണങ്ങളുള്ളത്, അവർക്കാണ് റഹ്മത്തുള്ളത്, അവരാണ് നേർമാർഗം സിദ്ധിച്ചവരെന്ന്. ക്ഷമയുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അധികം ഒരു മനുഷ്യൻ പതറിപ്പോകുന്ന മേഖലയാണത്. പറയാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്, പക്ഷേ അവനവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും സഹിക്കാതെ ക്ഷമിക്കാതെയാകുന്ന ഒരവസ്ഥയാണ്. അതേ അവസരത്തിൽ അതാ നമുക്ക് ബാധ്യത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവേ, എല്ലാം നീയല്ലേ തീരുമാനിക്കുന്നത്. ആ ഒരു മനസ്സ്
മനസ്സോടുകൂടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുമാത്രമല്ല കേട്ടോ, പിന്നെയും അതിന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിനൊരാപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഫയഖൂലു, എന്നിട്ടവൻ പറയുകയും ചെയ്യുന്നു, മാ അമറഹുല്ലാഹ്, അല്ലാഹ് അവനോട് കൽപ്പിച്ചതുപോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ, അത് മാത്രമല്ല, ഇതിപ്പോ ഖുർആനിൽ വന്നതല്ലേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അതിന്റെ കൂടെ നമ്മൾ പറയാനൊരു ദുആ കൂടി പറയുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഏതെങ്കിലും ഘട്ടം വരുമ്പോ പഠിക്കാനുള്ളതല്ല ഈ ദുആകളൊന്നും. ആവർത്തിച്ചാവർത്തിച്ച് എന്നോടും നിങ്ങളോടും വളരെ വിനയത്തോടെ പറയട്ടെ, ഇസ്ലാം വളരെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ പറയാൻ പഠിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഒട്ടേറെ ദിക്റുകളുണ്ട്, ഒട്ടേറെ ദുആകളുണ്ട്. അതൊക്കെ ആ സമയം വരുമ്പോ നോക്കാമെന്ന് വിചാരിച്ചു പോകരുത്. അസമയത്ത് നമുക്ക് പഠിക്കാൻ ഇടമില്ല, അസമയത്ത് നമുക്ക് പഠിക്കാൻ നേരമില്ല. എപ്പോഴാണ് മുസീബത്ത് വരുന്നതെന്ന് അറിയുകയുമില്ല. റബ്ബിന്റെ തീരുമാനമാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്നോടും നിങ്ങളോടും വളരെ വിനയത്തോടെ പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, സർവ ശ്രോതാക്കളോടും പറയട്ടെ, ഇത് നേരത്തെ അർത്ഥസഹിതം പഠിച്ചു വെക്കേണ്ടതാണ്. ആ ഘട്ടത്തിൽ നിങ്ങൾ ദുആന്റെ ബുക്ക് നോക്കിയിട്ട് ചൊല്ലേണ്ടതല്ല. ആ ഘട്ടത്തിൽ മറ്റൊരാളോട് ഞാൻ ഇനി എന്ത് പറയണം എന്ന് ചോദിക്കേണ്ടവരല്ല, മറിച്ച് മുന്നൊരുക്കം വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിന്റെ കൂടെ അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്നുകൂടി പറയേണ്ടതുണ്ട്. എന്താണ് സഹോദരാ സഹോദരി അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഉജുർനി, അല്ലാഹുവേ നീ എനിക്ക് അജ്ർ തരണം, നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ്. ഫീ മുസീബത്തി, എനിക്ക് ബാധിച്ച ഈ മുസീബത്തിൽ അല്ലാഹ് ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ സഹിക്കുന്നു, നീ എനിക്ക് കൂലി തരണേ. എന്റെ ക്ഷമ കാരണമായി, എന്റെ സഹനം കൊണ്ട് അല്ലാഹ് നീ എനിക്ക് പ്രതിഫലം തന്നാലും വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, എനിക്ക് ബാധിച്ചിട്ടുള്ള ആപത്തിനേക്കാൾ അല്ലാഹ് അതിലൂടെ എനിക്ക് എന്താണ് നഷ്ടമായതെങ്കിൽ അതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് പകരം തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ നമ്മൾ ഒരാളുടെ മരണ വാർത്ത കേട്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് നമ്മൾ പറഞ്ഞാൽ, മുസ്ലിമായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് അല്ലാഹ് കൊടുക്കും കേട്ടോ. അല്ലാഹ് കൊടുക്കാതിരിക്കില്ല, ഉറച്ചു വിശ്വസിച്ചോളണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ചിന്തിക്കൂ സഹോദരന്മാരെ, അല്ലാഹു അതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഈമാനുള്ള ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം വിശദീകരിച്ചു കൊടുത്തത് സ്വഹാബത്ത് പഠിച്ചു. സഹാബിമാരൊക്കെ അത് മനസ്സിലാക്കി, അവരതിന്റെ അർത്ഥസഹിതം അത് ഹൃദിസ്ഥമാക്കി, അവരത് ശരിക്കും മനസ്സിലാക്കി. അത് പഠിച്ചവര് മനസ്സിലാക്കി നടക്കുകയാണ്. ആ സമയത്തുണ്ടായ ഒരു കാര്യം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഫലമ്മാ മാത അബൂ സലമ, ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹ എന്ന സ്വഹാബ വനിത പറയുകയാണ്, അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു എന്റെ ഭർത്താവാണ്, ഉമ്മു സലമയുടെ ഭർത്താവാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമത്ത് മരിച്ചപ്പോൾ ഖുൽതു, ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഈ ദുആയാണ് ഓർമ്മ വന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ദുആ അത് ചൊല്ലിയാൽ
നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈർ തരുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഓർത്തപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി. എന്താ എനിക്ക് തോന്നിയത്? ഉമ്മു സലമ ബീവി പറയുകയാണ്, അയ്യുൽ മുസ്ലിമീന ഖൈറുൻ മിൻ അബീ സലമ, എന്റെ ഭർത്താവായ അബൂ സലമത്തിനേക്കാൾ ഖൈറായവര് മുസ്ലിമീങ്ങളിൽ ആരുണ്ട്? നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈർ കിട്ടുമെന്നാണല്ലോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. എന്റെ ഭർത്താവായ അബൂ സലമയുടെ വഫാത്തിന്റെ നേരത്ത് ഞാൻ ചിന്തിച്ചു, എനിക്ക് നഷ്ടപ്പെട്ട ഭർത്താവായ അബൂ സലമയേക്കാൾ ഖൈർ എനിക്കാരെ കിട്ടാനാണ്? കാരണം മഹാനാണല്ലോ. അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് ഹിജ്റ പോകാൻ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്കും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഹബശീനിയയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കുമൊക്കെ ഹിജ്റ പോയവരിൽ മുൻപന്തിയിലുണ്ടായ കുടുംബമാണല്ലോ അബൂ സലമത്തിന്റെ കുടുംബം. അത്രയും മഹാനായ അബൂ സലമത്തിനേക്കാൾ ഞാൻ ഈ ദുആ പറഞ്ഞിട്ട് എനിക്കാരെ കിട്ടാനാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. എന്നാലും സുമ്മ ഇന്നി ഖുൽതുഹാ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ ദുആയല്ലേ എന്ന നിലക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഈ ദുആ ഞാൻ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അത്ഭുതം സംഭവിച്ചു പോയി. അതെന്തെന്നല്ലേ മഹദി പറയുന്നത് കേട്ടോളൂ. എനിക്കല്ല പകരം തന്നു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിനെയാണ് അല്ല എനിക്ക് പകരം തന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വലിയ ഒരു ചരിത്ര സംഭവമാണത്. ആ മഹദി വിശദീകരിക്കുകയാണ്, ഞാൻ എൻ്റെ മരണ ദുഃഖത്തിൽ എന്റെ പ്രിയതമന്റെ വേർപാടിന്റെ ദുഃഖവുമായി കഴിഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ നാളുകൾ കുറെ പിന്നിട്ടതിന്റെ ശേഷം, അതാ കുറെ കാലങ്ങൾക്ക് ശേഷം അള്ളാന്റെ റസൂൽ അതാ അർസല ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയെ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ദൂതനായി പറഞ്ഞേക്കുന്നു. എന്തിനാ പറഞ്ഞയച്ചത്? യഖ്തുബുനി ലഹു, അള്ളാന്റെ റസൂലിന് മണവാട്ടിയായി എനിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയതാ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചിരിക്കുന്നു. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ അതാ അബൂ സലമത്തിന്റെ വഫാത്തിന്റെ ശേഷം അള്ളാന്റെ റസൂലിന്റെ മണവാട്ടിയായി, നബി തങ്ങളുടെ ഭാര്യയായി, മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ഉമ്മയായി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട നിലക്കാണ് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ വഫാത്തായിട്ടുള്ളത്. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു പക്ഷേ ചിന്തിക്കും, ഒരു അപകടം വരുമ്പോ ഇതിനെ കാണൊക്കെ ഹൈർ കിട്ടണം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടാനാണ്? അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അള്ളയാണ് വലിയവൻ. അതുകൊണ്ട് നമ്മുടെ ബാധ്യത അത് ചിന്തിക്കലല്ല, നമ്മോട് പറഞ്ഞത് ചെയ്യലാണ്, ക്ഷമിക്കലാണ്, സഹിക്കലാണ്. അങ്ങനെ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തില്ലേ? ഇനി പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുണ്ടായ ഒട്ടേറെ ക്ഷമകളുടെ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഒരു ചരിത്രം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായി. ക്ഷമയുടെയും സഹനത്തിന്റെയും മഹാത്മ്യം, അതുകൊണ്ട് പിൽക്കാലത്ത് കിട്ടുന്ന ഗുണങ്ങൾ എത്രയാണെന്ന് ആ ഒരൊറ്റ സംഭവത്തിലൂടെ അതിശയകരമായ സംഭവമാണ്, അത്യപൂർവമായ സംഭവമാണ്, അഭൂതപൂർവമായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നതാണ്. എന്താണ് ആ സംഭവത്തിന്റെ വിശദ വിവരമതാ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ മുഴുവനും, ഹദീസ് പണ്ഡിതന്മാരിൽ മിക്ക ആളുകളും വളരെ കൃത്യമായി തന്നെ ആ സംഭവം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതെന്തെന്നല്ലേ? അതാ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ, ആ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ ഒരു കുട്ടി മരിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു
അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഉമ്മു സുലൈം. ആ ഉമ്മു സുലൈമിന്റെയും അബൂ തൽഹക്കും ഉണ്ടായ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച നേരം അബൂ തൽഹ വീട്ടിലുണ്ടായിരുന്നില്ല. ഭർത്താവ് ആ അവസരത്തിൽ എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണ്. ആ അവസരത്തിൽ അതാ ഈ കുട്ടി രോഗിയായ ഘട്ടത്തിൽ തന്നെയാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറത്തു പോകുന്നത്. വീട്ടിലാണെങ്കിൽ ഉമ്മു സലമയാണുള്ളത്. ആ സമയത്ത് ഈ ഭർത്താവ് പുറത്തായിരിക്കുന്ന നേരത്തെ ഈ കുട്ടിയതാ മരണപ്പെടുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറത്തു പോകുന്ന അവസരത്തിൽ രോഗിയായി കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ മരണവിവരം എന്താണെന്ന് അതാ മൂടിവെക്കുകയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അബൂ തൽഹ റളിയല്ലാഹു അൻഹ ആവശ്യം കഴിഞ്ഞ് മടങ്ങി വരുന്നു. മടങ്ങി വരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഉമ്മു സുലൈം ഈ മരണവാർത്ത അറിഞ്ഞ കുടുംബത്തിലെ മറ്റാളുകളോട് പറഞ്ഞു, അബൂ തൽഹയോട് മരണവിവരം നിങ്ങളാരും പറയണ്ട, അത് ഞാൻ പറഞ്ഞോളും. നിങ്ങളാരും പറയുന്നതിന്റെ നിങ്ങളൊന്നും പറയരുത്, ഞാൻ ഏറ്റെടുത്തോളാം അക്കാര്യമെന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുന്നു. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ മുസ്ലിമാകുന്ന ഭാര്യയോട് ചോദിച്ചു, എന്താണ് നമ്മുടെ കുട്ടിയുടെ വിവരം, എന്താണ് നമ്മുടെ കുട്ടിയുടെ വിശേഷം, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നു, ഹുവ അസ്കനു മാകാൻ, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അവൻ വളരെ ശാന്തനാണ്, അവൻ വളരെ അടങ്ങി ഒതുങ്ങി കിടപ്പിലാണ്. അത്രയേ മഹദി പറഞ്ഞുള്ളൂ, മരിച്ചു എന്ന് പറഞ്ഞില്ല. ആ പ്രയോഗം മാത്രമേ നടത്തിയുള്ളൂ. മാത്രമല്ല അബൂ തൽഹ റളിയല്ലാഹു അൻഹു, നോക്കൂ നിങ്ങൾ, ഭർത്താവിന്റെ മനസ്സിന് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാകരുത്, ഒരു വിഷമമുണ്ടാകരുത്. ആ സഹോദരി ഏറെ മനസ്സിൽ മൂടിവെക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവത പുറത്തു നിന്ന് കയറി വരുമ്പോ ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ട് പെട്ടെന്ന് മനസ്സിനെ ഞെട്ടിച്ചുകൂടാ. ആ സഹോദരി ക്ഷമിക്കുകയാണ്, ആ സഹോദരി സഹിക്കുകയാണ്. ഭർത്താവിനോട് ആ വിവരം തൽക്കാലത്തേക്ക് പറയാതെ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു. ഭക്ഷണമുണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, അന്ന് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങുക തന്നെ ചെയ്തു. എന്റെ ഭർത്താവിന്റെ മനസ്സിനെ പ്രീതിപ്പെടുത്താനും എന്റെ ഭർത്താവിന്റെ മനസ്സിന് സന്തോഷം വരാനും എന്ന നിലക്ക് ഞാനതാ അന്ന് എന്റെ ഭർത്താവുമായി ആ രാത്രിയിൽ ഭക്ഷണത്തിന്റെ ശേഷം ഒരൽപ്പം കഴിഞ്ഞ് അതാ ഞങ്ങൾ സഹശയനം നടത്തുക പോലും ചെയ്തു, ശാരീരികമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക പോലും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം അതാ പിന്നീട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഈ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? വളരെ തന്ത്രപരമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് അവരോട് ചോദിച്ചതെന്നോ, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലൗ അന്ന ഖൗമൻ ആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും മൻ യംനഉഹും. ഓ പ്രിയപ്പെട്ടവനെ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരാളുകളതാ അവരുടെ ഒരു സൂക്ഷിപ്പ് വസ്തു, അവരുടെ ഒരു വായ്പ തരുന്ന ഒരു സാധനം ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരുമ്പോ ആ കുടുംബത്തോട് ഏൽപ്പിക്കപ്പെട്ട വായ്പാ വസ്തു, അതല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്ത് വസ്തു തിരികെ ചോദിച്ചാൽ അലഹും മൻ യംനഉഹും, ഈ സൂക്ഷിച്ചു വെച്ച വീട്ടുകാർക്ക് ഞാനത് തരില്ല, ഞാനത് വിട്ടുതരില്ല എന്ന് പറഞ്ഞ് തടയാൻ അധികാരമുണ്ടോ? ഇതാണ് മഹദിയുടെ ചോദ്യം. നമുക്ക് ഒരാള് നമ്മുടെ വീട്ടിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അയാൾക്ക് ആവശ്യമുള്ള നേരത്ത് വന്നിട്ട് ആ സാധനം ഇങ്ങ് തായോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോ അത് തരില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ നമുക്ക് അധികാരമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ അവസരത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ, അത് പാടില്ലല്ലോ, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. ആ ഘട്ടത്തിലും മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എങ്കിൽ ഞാൻ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങയോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. അല്ല നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ മോനെ അല്ല തിരിച്ചു വിളിച്ചിരിക്കുന്നു, അവൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ പുത്രന്റെ മരണത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം മോഹിക്കൂ, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് കൂലി ആഗ്രഹിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സഹാബത്തായ ഉമ്മു സുലൈം അതാ അബൂ തൽഹ റളിയല്ലാഹു അൻഹയോട് പറയുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. അങ്ങനെ ഈ സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വിഷമമായി. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. നീ എനിക്ക് ഭക്ഷണം തന്നു, ഈ കാര്യങ്ങളൊക്കെയും നടക്കുന്നത് വരെ നീ എന്നെ എന്തുകൊണ്ട് മൂടി വെച്ചു? അത് ശരിയായില്ലല്ലോ എന്നൊക്കെ അദ്ദേഹത്തിന് സങ്കടം വരികയാണ്. അപ്പോഴേക്ക് ഫജ്റായി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുലി മുഴങ്ങി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ സുബ്ഹി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വീട്ടിലുണ്ടായ സർവ്വ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അങ്ങ് പറയുകയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബാറക്കല്ലാഹു ഫീ ലൈലതികുമാ, നിങ്ങളുടെ ഇക്കഴിഞ്ഞ ഇന്നലെ, നിങ്ങളുടെ ഇക്കഴിഞ്ഞ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ, ബർക്കത്ത് ധാരാളമായി റബ്ബ് വർഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദമ്പതികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആ അതൊന്ന് കിട്ടുകയാണെങ്കിൽ, ആ ദുആയൊന്ന് കിട്ടാൻ, ആ ദുആയൊന്ന് കിട്ടിപ്പോയെങ്കിൽ എന്താണ് അതുകൊണ്ട് വരുന്ന നേട്ടം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ദുആ പ്രത്യേകം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവും അറിഞ്ഞു. ഉമ്മു സുലൈം ബീവി പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ് ഭർത്താവേ, ഞാൻ ഗർഭിണിയാണ്. ഏത് യാത്രയിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പോകുന്നവരാണ് ഉമ്മു സുലൈമും അതുപോലെ തന്നെ അബൂ തൽഹയും ഒക്കെ. അങ്ങനെ ഒരു യാത്രയിലായിരിക്കെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവ വേദന വരുന്നു. പ്രസവ വേദന വരുന്നു. മദീനത്തെത്തിയിട്ട് പ്രസവിക്കാൻ നേരമില്ല, മുമ്പേ പ്രസവ വേദന വരികയാണ്. അവരുടെ മനസ്സിൽ വിഷമമായി. മദീനത്തെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് തന്നെ, ആ രാജ്യത്ത് നിന്ന് തന്നെ പ്രസവം നടക്കണം എന്നവർക്ക് മോഹമായി. തുടങ്ങിയ പ്രസവ വേദന അവരുടെ മനസ്സിന്റെ ആഗ്രഹം പോലെ തൽക്കാലത്തേക്ക് ആ വേദന ശമിക്കുന്നു. യാത്ര പൂർത്തിയായിട്ട് മദീനയിൽ തന്നെ എത്തുന്നു. പ്രസവം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കാരക്ക ചവച്ചിട്ട്, ആ കാരക്ക തന്റെ വായിലിട്ട് ചവച്ചിട്ട് ഉമനീര് ചേർത്ത് ചവക്കുകയാണ്. അത് ചവച്ചിട്ട് കുഞ്ഞുമോന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ആ കുട്ടിയുടെ ആമാശയത്തിലേക്ക് ഇറങ്ങിയ ഒന്നാമത്തെ ഭക്ഷണം റീഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ഉമിനീര് കലർന്ന കാരക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമിനീരിന് ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രത്യേകമുള്ള ഒട്ടേറെ അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തതുണ്ട്. അവിടുത്തെ ഉമിനീര് ബറക്കത്തുള്ളതാണ്. അവിടുന്ന് വുളൂ ചെയ്യുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ തട്ടിയ വെള്ളം സ്വഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അവിടുത്തെ മുടിയെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് ധരിച്ച വസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഒരാളും നിഷേധിക്കുന്നില്ല. പക്ഷേ സാന്ദർഭികമായിട്ട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ള ആ പ്രത്യേകത ഇന്നും ചില ആളുകൾ എടുത്തു പറയുന്നത് സമൂഹത്തിലെ പലരുടെയും തുപ്പുനീര് ലേലം ചെയ്യാനാണ്, അവരുടെ മുടി വിതരണം നടത്താനാണ്, അവരുടെ കുപ്പായം മുത്തിമണക്കാനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിൽ മുമ്പനും അതുപോലെ തന്നെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിത്വവും ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുടിയോ അവിടുത്തെ വിയർപ്പോ ഒരു സഹാബിയും ബർക്കത്തിന് വേണ്ടി സൂക്ഷിച്ചിട്ടില്ല കേട്ടോ, ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും ഉപയോഗിച്ചത്, എല്ലാവരും അംഗീകരിച്ചത് ഹബീബായ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. മറ്റുള്ളത് ആ വിഷയത്തിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്നതല്ല. കാരണം നബിതങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം പോലെ ഒരാൾക്കും നൽകിയിട്ടില്ല. അതെന്റെ സഹോദരങ്ങളോട് ഈ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്നു, കുഞ്ഞിന് മധുരം നൽകുന്നു. മാത്രമല്ല ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കുട്ടിക്ക് പേര് വിളിക്കുന്നു. അബ്ദുല്ലാ എന്ന് പേരുമിട്ടു. മാത്രമല്ല നിങ്ങൾ നോക്കണം, ഈ കുട്ടിയിൽ നിന്ന് പിൽക്കാലത്തതാ സഹാബിമാര് പറയുകയാണ്, അതാ ഞങ്ങൾക്ക് വല്ലാത്ത ആശ്ചര്യമായി, ഞങ്ങൾക്കൊരുപാട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം എന്തെന്നല്ലേ, ഫറഅയ്തു തിസ്അത ഔലാദിൻ കുല്ലുഹും ഖദ് ഖറഉൽ ഖുർആൻ. ഞാൻ കാണുകയുണ്ടായി. എന്താണ് കണ്ടത്? തിസ്അത ഔലാദ്, 9 ആൺകുട്ടികളാണ്. ഈ അബ്ദുള്ളക്ക് പിന്നീട് വളർന്ന് വലുതായതിന്റെ ശേഷം ഈ കുട്ടിക്ക് 9 ആൺകുട്ടികൾ ഉണ്ടായി. കുല്ലുഹും ഖദ് ഖറഉൽ ഖുർആൻ. എല്ലാവരും നല്ല ഖുർആൻ മനപ്പാഠമുള്ള, ഖുർആൻ പഠിച്ചിട്ടുള്ള നല്ല വലിയ പണ്ഡിതന്മാരായ 9 ആളെയാണ് ഈ കുട്ടിക്ക് അള്ള പിന്നീട് കൊടുത്തതെന്ന് വരുമ്പോ ക്ഷമിച്ചാലുള്ള പുണ്യം എത്രയാണ്, സഹനത്തിന്റെ പുണ്യം എത്രയാണ്. ഇത് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, ഇമാം ബുഖാരിയെ പോലെയുള്ള, ഇമാം മുസ്ലിമിനെ പോലെയുള്ള മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എടുത്തു ചേർത്തിരിക്കുന്നു. അപ്പൊ ക്ഷമയുടെയും സഹനത്തിന്റെയും ഒക്കെ പ്രതിഫലം ഇന്ന് കിട്ടിയില്ലെങ്കിലും അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. നമുക്കൊരു കാര്യമുണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ടൊരാപത്താണ് തൽക്കാലം ഉണ്ടായതെങ്കിലും ആ ആപത്ത് കൊണ്ടുണ്ടാകുന്ന നേട്ടം ഒരു പക്ഷേ കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം. അത് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു 10 കൊല്ലങ്ങൾക്ക് ശേഷമാവാം, 20 കൊല്ലങ്ങൾക്ക് ശേഷമാവാം. കേട്ടിട്ടില്ലേ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മോൻ യൂസുഫ് അലൈഹിസ്സലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയി കിണറ്റിലിട്ടില്ലേ? ആ കഥനത്തിന്റെ ഭാരം, ആ സങ്കടം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പങ്കുവെച്ചില്ലേ? ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ എല്ലാ സങ്കടങ്ങളും എന്റെ എല്ലാ വിഷമങ്ങളും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം പരാതിപ്പെടുന്നു. അങ്ങനെ സഹിച്ചു കഴിഞ്ഞപ്പോ ആ സഹനത്തിന്റെ ഫലം, ആ സഹനത്തിന്റെ ഗുണം പെട്ടെന്ന് സംഭവിച്ചോ? ഇല്ലല്ലോ. എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമതാ ഈ മാതാപിതാക്കൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ, തങ്ങളുടെ പ്രിയപ്പെട്ട മോനതാ ഈജിപ്തിന്റെ ഭരണസിംഹാസനത്തിൽ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനമന്ത്രിയായിട്ടവിടെ അതാ രാജ്യത്ത് ഭരണം നടത്തുന്നു. എല്ലാവരും അങ്ങോട്ട് പോകേണ്ടി വരുന്നു, ആ മകനെ ആശ്രയിക്കേണ്ടി വരുന്നു. ആ ക്ഷമയുടെയും സഹനത്തിന്റെയും ഒക്കെ ഫലം പെട്ടെന്ന് കണ്ടുകൊള്ളണമെന്നില്ല എന്നാണ് ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, സഹിച്ചാലും ക്ഷമിച്ചാലും ഒക്കെ അതിന്റെ പ്രതിഫലം അങ്ങ് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് കിട്ടാനും സാധ്യതയുണ്ട്. ഇനി ഒന്നും ദുന്യാവിൽ കിട്ടിയില്ലെങ്കിലും അതാ നാളെ പരലോകത്ത് അതാ സ്വർഗം ഉറപ്പല്ലേ. സ്വർഗത്തിലേക്ക് ആളുകൾ അങ്ങ് കയറുമ്പോ മലക്കുകൾ അവരോട് സ്വാഗതം പറയുന്നത് എന്താണ്? ഖുർആൻ പറയുന്നത് എന്താണ്? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തിയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സമാധാനമുണ്ട് കേട്ടോ, കടന്നോ സ്വർഗത്തിലേക്ക്. എന്തിന്റെ പേരിലാ ആദ്യത്തെ സ്വാഗതം? ബിമാ സ്വബർത്തും, നിങ്ങൾ സഹിച്ചവരല്ലേ, നിങ്ങൾ ക്ഷമിച്ചവരല്ലേ, കടന്നോ സ്വർഗത്തിലേക്ക്. എടുത്തു പറയുന്നത് ക്ഷമയാണ്, സഹനമാണ്. അപ്പൊ ദുന്യാവിൽ കിട്ടിയില്ലെങ്കിലും ആഖിറത്തിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമയും സഹനവുമാണ് വേണ്ടതെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു.
ഇനി സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പലപ്പോഴും എന്തു ചെയ്യും? ജാഹിലിയ നിലക്കുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും ആളുകൾ പ്രവർത്തിക്കാറുണ്ട്. അത് ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ വിരോധിച്ചു കഴിഞ്ഞ സംഗതിയാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെന്ത്? ഒരിക്കലും നിങ്ങള് പൊട്ടി ഏറ്റവും വലിയ രൂപത്തിലുള്ള ക്ഷമകേടിൻ്റെതായ സ്വഭാവങ്ങൾ കാണിക്കരുത്. നിയാഹത്ത് പാടില്ല. നിയാഹത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് കേവലം ഒരു കരച്ചിലിന് നിയാഹത്ത് എന്ന് പറയില്ല. മറിച്ച് പണ്ഡിതന്മാര് പറയുന്നത് എന്താണ്? പണ്ട് കാലത്ത് ജാഹിലിയ കാലത്തതാ പെണ്ണുങ്ങൾ ഇങ്ങനെ മുഖാമുഖം നിന്നിട്ട് അവരിങ്ങനെ അട്ടഹസിക്കുന്നു. അതുപോലെ തന്നെ മണ്ണ് വാരി തലയിലിടുന്നു, മുഖത്തടിക്കുന്നു, വിലാപ പ്രകടനങ്ങൾ നടത്തുന്നു, മുടിയഴിച്ചാടുന്നു, മാറ് വിളർക്കുന്നു, വസ്ത്രം വലിച്ചു കീറുന്നു. അതുപോലെയുള്ള വിലാപ പ്രകടനങ്ങൾ, അതുപോലെയുള്ള സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? അന്നായിഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹാ തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലും മിൻ ഖത്റാൻ. ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ ഈ നിലക്കുള്ള അനിസ്ലാമികമായ വിലാപങ്ങൾ നടത്തിയിട്ട് തൗബ ചെയ്യാതെയാണ് ആ പെണ്ണ് മരിച്ചു പോയതെങ്കിൽ അവൾക്ക് നാളെ പരലോകത്ത് തീപ്പന്തം കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. വളരെ ഗുരുതരമാണ് അതിന്റെ ശിക്ഷ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പറയുന്ന വചനത്തിൽ നോക്കൂ, ലൈസ മിന്നാ മൻ ലതമൽ ഹുദൂദ വശഖൽ ജുയൂബ വദആ ബിദഅവൽ ജാഹിലിയ. ലൈസ മിന്നാ, നമ്മിൽ പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മിൽ പെട്ടവനല്ല. മൻ ലതമൽ ഹുദൂദ, മരണമറിഞ്ഞിട്ട് സഹിക്കവയ്യാതെ കവളത്തടിക്കുന്നവൻ, മുഖത്തടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വശഖൽ ജുയൂബ്, കുപ്പായം കീറുകയാണ്, വസ്ത്രം വലിച്ചു കീറുകയാണ്, കിടന്നുരുണ്ട് പെരടുകയാണ്. വദആ ബിദഅവൽ ജാഹിലിയ, ജാഹിലിയ കാലത്തുള്ള വിലാപ പ്രകടനങ്ങളും ആ നിലക്കുള്ള പൊട്ടിക്കരയലുകളും ആ നിലക്കുള്ള വിലാപങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതേ അവസരത്തിലോ കരയൽ സ്വാഭാവികമാണ്, മനസ്സിന് സങ്കടമുണ്ടാവുക സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നാരമോൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച നേരത്തെ അതാ കുട്ടിയുടെ മരണത്തിന്റെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നു. ആ നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയും കരയുകയാണോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഔഫേ, ഇന്നഹാ റഹ്മത്തുൻ, ഇത് കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. ഇന്നൽ ഐന തദ്മഉ, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും, ഹൃദയത്തിൽ ദുഃഖമുണ്ടാകും. പക്ഷേ വലാ നഖൂലു, പക്ഷേ നമ്മൾ ഒരിക്കലും പറയൂല, അല്ലാഹ്ക്ക് തൃപ്തിയുള്ളതല്ലാത്ത ഒരു വാക്ക് പറയൂല. അത് കരയൽ സ്വാഭാവികമാണ്, കരച്ചിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതും കരയുന്നതുമൊന്നും ഹറാമായ സംഗതിയല്ല. കാരണം മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം തന്നെയാണത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ജഅഫർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോ സ്ത്രീകൾ ഉറക്കെ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയച്ചു, അപ്പെണ്ണുങ്ങളോട് കരയാതിരിക്കാൻ പറയൂ എന്ന് പറഞ്ഞ ആളെ പറഞ്ഞയച്ചു. ഫലമുണ്ടായില്ല, കരച്ചിൽ നിർത്തുന്നില്ല. പൊട്ടിയുള്ള ആ വിലാപം നിർത്താതെയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഹ്സുഫി അഫ്വാഹിഹിന്ന തുറാബ്, മണ്ണ് കൊണ്ടുപോയിട്ട് ആ പെണ്ണുങ്ങളുടെ വായയിലെറിയൂ, മണ്ണെടുത്ത് വായയിലേക്ക് എറിയൂ. എത്ര ഗൗരവത്തോടെയാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവിക കരച്ചിലിനപ്പുറമുള്ള പൊട്ടിക്കരഞ്ഞ് മാറത്തടിച്ച് വസ്ത്രം, അതുപോലെ തന്നെ ആ നിലക്കുള്ള രൂപത്തിലുള്ള അനിസ്ലാമിക വിലാപ പ്രകടനങ്ങൾ പാടില്ലാത്തതാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യുന്നവരെ യദ്രിബു ഫീഹി ബില്ലസാ, തന്റെ കയ്യിലുള്ള വടി കൊണ്ടടിക്കാറുണ്ട്. വയർമി ബിൽ ഹിജാറ, പലപ്പോഴും നിർത്തുന്നില്ലെങ്കിൽ മണ്ണ് വാരി എറിയാറുണ്ട്. വയഹ്സി ബിത്തുറാ,
വയഹ്സി ബിത്തുറാബി, കല്ലെടുത്തെറിയും മണ്ണ് വാരി എറിയും ഒക്കെ അതിന്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അതിന്റെ പേരിൽ മുടിയഴിച്ചാടാനോ ഇനി വിലാപം എന്ന നിലക്ക് മുടി നീട്ടാനോ അങ്ങനെയൊക്കെ ചിലര് കണ്ടിട്ടില്ലേ? ചിലരെന്ത് ചെയ്യും? മരിച്ചതിന്റെ പേരിൽ അത് വന്നതാ കുറെ താടി ഇങ്ങനെ വളർത്തുന്നു, മുടി ഇങ്ങനെ വളർത്തുന്നു. എന്തേ ഇപ്പൊ താടിയും മുടിയും ഒക്കെ വല്ലാതെ വളർന്നത്? അത് ദുഃഖം കൊണ്ടാണ്. കുറച്ചു കഴിഞ്ഞാൽ അവരിതൊക്കെ വടിച്ചു കളയും. അങ്ങനെ വടിച്ചു കളയാനോ ദുഃഖം വരുമ്പോ വെക്കാനോ ഉള്ളതല്ല പുരുഷന്മാരെ താടി രോമം. അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ചര്യയാണ്. അതേതവസരത്തിലും മുസ്ലിം കാത്തു സൂക്ഷിക്കേണ്ടതുമാണ്. വടിച്ചു കളയാനുള്ളതല്ല പുരുഷന്മാരെ. നമ്മുടെ മുഖത്ത് അല്ലാഹു നൽകിയിട്ടുള്ള താടിരോമങ്ങൾ വടിച്ചു നീക്കാനുള്ളതല്ല. അത് അല്ലാഹ്ക്കെതിരെ ചെയ്യലാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് എതിരെ കാണിക്കലാണ്. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. എനി പ്രിയപ്പെട്ടവരെ, ഈ നിലക്കുള്ള ഇസ്ലാമികമായ ഏത് നിലക്ക് ആരെങ്കിലും വിലാപങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മരണത്തിന്റെ പേരിൽ കറുത്ത ബാഡ്ജ് ധരിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ മൗന പ്രകടനം നടത്തുന്നുവെങ്കിൽ, ഒരു മിനിറ്റ് ഒന്ന് മൗനമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ, അതൊന്നും ഇസ്ലാമല്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിലാപങ്ങളിൽ അതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. മറിച്ച് അവിടുന്ന് പഠിപ്പിച്ച് തന്നേടത്ത് നിൽക്കലാണ്. വഖൈറുൽ ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക, അവിടുത്തെ ചര്യ, അതാണ് ഏറ്റവും മുന്തിയ ചര്യ. അല്ലാത്തതിന്റെ പിന്നാലെ ആളുകളൊക്കെ എമ്പാടും ഉണ്ടാകും. ഭൂരിപക്ഷം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അതൊക്കെ ആയിരിക്കാം ശരി എന്നാരും ധരിച്ചു പോകണ്ട. നമുക്ക് ഏറ്റവും നമ്മുടെ ഇമാമ്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മാതൃകായോഗ്യനായ നമ്മുടെ നേതാവ് ആദരണീയരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് പഠിപ്പിച്ചതിന്റെ അപ്പുറം നമ്മൾ പോകണ്ട. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും അങ്ങനെ പ്രതിഫലം നേടാനും ഒക്കെ സാധിക്കണമെന്ന് എന്നോടും നിങ്ങളോടെല്ലാവരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനമുള്ളവരിൽ, ക്ഷമാലുക്കളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി നമുക്കെല്ലാവർക്കും വമ്പിച്ച അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.